ഡയറക്ടർ ആയിട്ടുള്ള ജോഫിൻ ടി ചാക്കോയ്ക്ക് ഞാനൊരു ഒഫീഷ്യൽ വെൽക്കം പറയുകയാണ്. January 9th നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് യുവർ സെക്കൻഡ് ഫിലിം. ആസികയെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഫാൻസ് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജോഫിൻ ചേട്ടൻ വരുമ്പോൾ അതിനുള്ള ഉത്തരം തരുന്ന ആസിഫിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അബൌട്ട് ദ മൂവി ഓൾസോ നിങ്ങളുടെ രണ്ടുപേരും എടുത്തപ്പോൾ രേഖാചിത്രത്തിന്റെ ട്രെയിലർ ടീസർ എല്ലാം നിങ്ങൾ കണ്ടല്ലോ. എന്താണ് അഭിപ്രായം എന്നൊക്കെ ഒന്ന് നമ്മുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണം പ്ലീസ്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഒന്നാമത് കുറച്ച് ടെൻഷനിലാണ്. മറ്റന്നാൾ റിലീസാണ്. അതിൻ്റെ ഒപ്പമാണ് ഞാനിപ്പോൾ സ്റ്റേജിൽ കയറി ഇരിക്കുന്നത്. ഞാൻ മലയാളത്തിൽ ഇപ്പോൾ ഗംഭീര സിനിമ ചെയ്തിട്ടുള്ള 2 സംവിധായകർ, ആസിക്കയെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ള, ഇനി ആസിക്കയുടെ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളുടെ സംവിധായകർ, അങ്ങനെ എന്താ പറയുക, ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്. 9-ാം തീയതി മറ്റന്നാൾ റിലീസാണ് സിനിമ. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ ബുക്കിംഗ് ഒക്കെ തുടങ്ങി. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ജിസാറിന് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് ഞാൻ പറയുന്ന ഒരാൾ ജിസാറോടാണ്. 2018 ഞാൻ ഈ കഥയുടെ ഒരു ബേസിക് ഐഡിയ ജിസാറോട് പറയുന്നത്. ജിസാറുടെ ആദ്യ സിനിമയായിട്ടുള്ള ബൈസൈക്കിൾ ജ്യൂസ് തന്നെയാണ് എൻ്റെ ആദ്യ സിനിമ. ഞാനതിൽ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്തത് സാറിനൊപ്പമാണ്. ആ സിനിമയുടെ നായകനായിരുന്നു ആസിക്ക. ഇപ്പോൾ അതിനുശേഷം ഞാൻ 2018 ആദ്യമായിട്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കഥ കിട്ടിയ സമയത്ത് അന്ന് ജിസാറിനത് ആദ്യം പറഞ്ഞു. പക്ഷേ ഇതിനൊരു ആദ്യ സിനിമയായിട്ട് ചെയ്യാൻ കുറച്ചധികം പണിയുള്ളൊരു സിനിമയായിരുന്നത്. അതുകൊണ്ടാണ് ആ സിനിമ പിന്നെ 2ാമത്തെ സിനിമയായിട്ട് മാറിയത്. ഇതൊക്കെയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. 9-ാം തീയതി തിയേറ്ററിൽ സിനിമ എത്തും. ബാക്കി സിനിമ സംസാരിക്കട്ടെ. ഒരുപാട് പുതുമകളുള്ള സിനിമയാണ്. ഒരു 1.5 ദിവസം കൂടെ കാത്തിരുന്ന നിങ്ങൾക്ക് കാണാം. അന്ന് ജോഫിൻ എന്നോട് കഥ പറയുമ്പോൾ ഞാൻ വിജയ് സൂപ്പറും പൗർണമി ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് അതിന്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് എന്റെ റീസൺ. ഒരുപാട് എക്സൈറ്റ് ചെയ്തിട്ടുള്ള കഥയാണ് രേഖാചിത്രം. അന്നും പേര് രേഖാചിത്രം തന്നെയായിരുന്നു. ആദ്യ ദിവസമായി തന്നെ ഈ കഥയുടെ ബേസിക് ഐഡിയ വന്നപ്പോൾ തന്നെ കിട്ടിയൊരു പേരാണ് രേഖാചിത്രം എന്നുള്ളത്. അതിന് എന്തുകൊണ്ട് രേഖാചിത്രം എന്ന പേര് എന്നുള്ളത് സിനിമ ആണോ നിങ്ങൾക്ക് ഉറപ്പായിട്ടത് മനസ്സിലാവും. ഇതിലൊരു ഡയലോഗും ഉണ്ട്, സിനിമ നിങ്ങൾക്ക് എന്തെങ്കിലും കാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് അത് എത്തും എന്നുള്ളത്. അത് വളരെ സത്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി സാർ എന്താന്ന് പറഞ്ഞാൽ കൂമനിലാണ് നമ്മൾ ആസിക്കേന്റെ കണ്ണിന്റെ ആ ഒരു യുനോ ആസ് എൻ ആർട്ടിസ്റ്റ് അതിനെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് നമ്മളത് റോഷാക്കിൽ കണ്ടു. അപ്പം എവിടെ നിന്നായിരുന്നു ജീത്തു സാറിന് ആ ഒരു ഐഡിയ വന്നത്? ഓക്കെ, ലൈക്ക് ഐ ക്യാൻ യൂസ് ആസിഫിന്റെ കണ്ണ് ഇൻ ദിസ് പെർട്ടിക്കുലർ വേ എന്നുള്ള രീതിയിൽ ഐഡിയ വന്നപ്പോഴാണെന്നും ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയാമല്ലോ. നമ്മളിപ്പോൾ അതിനകത്തൊരു ക്യാരക്ടറൈസേഷൻ ഉണ്ടല്ലോ. ആ ക്യാരക്ടർ ഒരു പോലീസുകാരൻ, ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര സിൻസിയറാണ്. പക്ഷെ എവിടെയെങ്കിലും അയാളെ കൊണ്ട് പ്രവോക്കിയോ മത്സരബുദ്ധിയോടെ പിന്നെ ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതെപ്പോഴും എനിക്ക് തോന്നുന്നത് കൂടുതലും ഒരാളുടെ ഇമോഷൻസ് ഫസ്റ്റ് ഒരുപക്ഷെ കിട്ടുന്നത് കണ്ണുകളിലായിരിക്കും. അതൊരു പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. ആസ് ആൻ ആക്ടർ അത് ആസിഫിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആസിഫ് അത് നന്നായിട്ട് പെർഫോം ചെയ്തു. ഞങ്ങളത് യൂട്ടിലൈസ് ചെയ്തു. അതാണ് എൻ്റെ ജോലി. പിന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മളൊരു ക്യാരക്ടറൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പക്ഷെ ആ കണ്ണുകൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ കണ്ണുകൾ അങ്ങനെ എടുത്ത് യൂസ് ചെയ്യുക അങ്ങനെയുള്ള ഇതിലൊന്നുമില്ല. ആസ് എ ഹോൾ നമ്മൾ മാനറിസവും പല കാര്യങ്ങളിലും നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. നമ്മളത് ചെയ്തു. അതിനകത്ത് കണ്ണുകളിൽ തരുന്നത് ഒരു എന്താ പറയുക, അതിലൂടെ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇത് തരുന്നത് ആക്ടറിന്റെ കഴിവാണ്. ഞാനായിട്ടൊന്നും ചെയ്യുന്നത് ചേട്ടൻ പറഞ്ഞാലും ഞാനിപ്പോ പെട്ട് കണ്ണുകൊണ്ട് എന്ത് മാജിക് ആണ് കാണിക്കാൻ പോകുന്നതാണ് എല്ലാരും ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞറിയോ, നമ്മളത് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തോളൂ, മാജിക്കായിട്ട് സംഭവിച്ചോളൂ. അതൊരു ഇൻബോൺ ആണ്, അത് തന്നെ വന്നോളൂ. നമ്മളത് ചെയ്യാൻ പ്ലാൻ ചെയ്തിറങ്ങിയാൽ അത് ചെയ്യാം. ബേസിക്കായിട്ട് എനിക്ക് പറഞ്ഞാൽ ആസിഫ് ഒരു നല്ല ആക്ടറിനെ സംബന്ധിച്ച്, അപ്പം ആസിഫോടൊക്കെ ഉള്ളവർ നിങ്ങൾക്കൊരു ക്യാരക്ടറൈസേഷൻ കിട്ടി നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പതുക്കെ അതിലേക്ക് കയറും. അത് കയറുമ്പോൾ അത് സംഭവിക്കും. അതങ്ങനെയാണത്. പിന്നെ ജോഫിനെ ടെൻഷൻ എപ്പോഴും നല്ലതാണ്. ഇപ്പം ഞാൻ ഏത് സിനിമ ചെയ്യുമ്പോൾ ടെൻഷനാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് അധികം ടെൻഷൻ പാടിക്കണ്ട. അത് എനിക്കൊരു ആത്മവിശ്വാസം. നമുക്കൊരു സാധനം കാണുമ്പോൾ അറിയാമല്ലോ. ധൈര്യമായിട്ട്.
താങ്ക് യു സോ മച്ച്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു ഇത്. ഇൻഫാക്ട് ഇനി ആസികയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ നേരത്തെ ഒരു സാൻഡ് ആർട്ട് കണ്ടു, കൈ വെച്ച് വരച്ചത്. ഇനി പുറത്ത് കാല് വെച്ച് വരച്ച ഒരു ആർട്ട് ഇക്കെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പോയി അതൊന്ന് കണ്ടാലോ? ആ കലാകാരൻ നമ്മളെവിടെ